ഇങ്ങനെ ഓംകാരമഹിമ പിപ്പലാദൻ സത്യകാമന് പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ആറാമത്തെ ചോദ്യവുമായി ഭരദ്വാജൻ്റെ പുത്രനായ സുകേശനാണ് പിപ്പലാദനെ സമീപിക്കുന്നത്. സുകേശൻ മറ്റൊരാൾ തന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിക്കുന്നു എന്ന മട്ടിലാണ് തൻ്റെ ചോദ്യം ചോദിച്ചത്. അല്ലയോ ഭഗവാൻ, കോസല രാജവാസിയായ ഹിരണ്യഗർഭൻ എന്ന രജപുത്രൻ രാജകുമാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഷോഡശ കലകളോടുകൂടിയ ആ പുരുഷനെ നിനക്കറിയാമോ എന്നായിരുന്നു ചോദ്യം. 16 കലകളുള്ള പുരുഷൻ അഥവാ ബ്രഹ്മത്തെ നീ അറിഞ്ഞോ? ആ ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടം എവിടെയാണെന്ന് നിനക്കറിയാമോ എന്നായിരുന്നു ഹിരണ്യഗർഭൻ എന്ന രാജകുമാരൻ സുകേശനോട് ചോദിച്ചത്. എനിക്കറിയില്ല എന്ന് ഞാൻ മറുപടിയും കൊടുത്തു. എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാനത് പറഞ്ഞു തരുമായിരുന്നു. അറിയാതെ അറിയാം എന്ന് പറയുന്നവർ മൂടോടെ നശിച്ചു പോകുമെന്ന് എനിക്കറിയാം. അതിനാൽ അസത്യം പറയുക സാധ്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ ഹിരണ്യഗർഭനെ മടക്കി അയച്ചു. അന്ന് ഹിരണ്യഗർഭൻ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ ഇന്ന് അങ്ങയോട് ചോദിക്കുകയാണ്. അല്ലയോ മഹർഷി പിപ്പലാദ, 16 കലകളുള്ള ആ പുരുഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? പ്രശ്നോപനിഷത്തിലെ ഏറ്റവും പ്രധാന ചോദ്യമാണ് ഇത്. നമ്മളിതുവരെ ഓംകാരം എന്തെന്ന് മനസ്സിലാക്കി, പ്രാണനെക്കുറിച്ച് മനസ്സിലാക്കി. കഴിഞ്ഞ ചോദ്യങ്ങളിലായി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണിത്. എവിടെയാണ് ബ്രഹ്മത്തിൻ്റെ സ്ഥാനം? ബ്രഹ്മം എവിടെ സ്ഥിതി ചെയ്യുന്നു? ശരീരത്തിൽ പുരുഷൻ അഥവാ ചൈതന്യം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പിപ്പലാദൻ നൽകുകയാണ് ഇനി. തസ്മൈ സഹോവാച ഇഹൈവാന്തഃ ശരീരേ സൗമ്യ സ പുരുഷോ യസ്മിന്നേതാ ഷോഡശകലാ പ്രഭവന്തീതി. അല്ലയോ സൗമ്യ, പ്രിയപ്പെട്ടവനെ, 16 കലകളോടുകൂടിയ ആ പുരുഷൻ ഈ ശരീരത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. നീ തേടുന്നത് എന്താണോ അത് നിന്നിൽ തന്നെ ഉണ്ട്. ഇതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലൊന്നെന്ന് ഞാൻ പറഞ്ഞത്. ഇത് തുടർന്ന് കേൾക്കും മുമ്പ് ഒരു കാര്യത്തിൽ സാധകൻ വ്യക്തത വരുത്തണം. ബ്രഹ്മം അഥവാ പുരുഷന് കലകൾ അഥവാ അവയവങ്ങളൊന്നും തന്നെ ഇല്ല. അത് നിഷ്കളമാണ്, ഒരു കലകളും ഇല്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ട് 16 കലകൾ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, മായാകൃതമായ അവയവബദ്ധമായ ശരീരങ്ങളിൽ എല്ലാ അവയവങ്ങളിലും ചൈതന്യം അഥവാ പുരുഷൻ വ്യാപിച്ചിരിക്കുന്നതിനാൽ അതിന് കലകളുണ്ട് എന്ന് തോന്നുന്നു. ശരീരത്തിലെ ഓരോ അവയവത്തിലും വ്യാപിച്ചിട്ടുള്ളതിനാൽ മായയാൽ പുരുഷനും കലകളുണ്ടെന്ന് തോന്നുന്നു എന്ന് മാത്രം. ഉണ്മയിൽ രൂപരഹിതമായ ബ്രഹ്മത്തിന് ഒരവയവവുമില്ല. ഇതാണ് മറന്നുകൂടാത്ത സത്യം. ഇനി നമുക്ക് തുടർന്നുള്ള ബ്രാഹ്മണങ്ങളൊക്കെ നോക്കാം. സൈക്ഷാം ചക്രേ കസ്മിന്നഹം ഉൽക്രാന്തോ ഭവിഷ്യാമി കസ്മിൻ വാ പ്രതിഷ്ഠിതേ പ്രതിഷ്ഠസ്യാമീതി. അപ്പോൾ എവിടെയാണ് ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടം എന്നുള്ളതിനുള്ള മറുപടി പിപ്പലാദൻ പറയുകയാണ്. ആര് ശരീരം വിട്ട് ഉൽക്രമിക്കുമ്പോഴാണ്, പുറത്തു പോകുമ്പോഴാണ് ഞാൻ ശരീരം വിടുന്നത്? ആര് ശരീരത്തിൽ പ്രതിഷ്ഠിതനാകുമ്പോഴാണ് ഞാൻ പ്രതിഷ്ഠിക്കപ്പെടുന്നത്? 2 ചോദ്യമാണ്. ആര് ശരീരം വിട്ടു പോകുമ്പോഴാണ് ഞാൻ ശരീരം വിടുന്നത്? ഞാൻ എന്നത് ശ്രദ്ധിച്ചു കൊള്ളണം. ശരീരത്തിൽ നിന്നും ചൈതന്യം ഉൽക്രമിക്കുമ്പോൾ അത് ശവമായി തീരുന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ എന്ന ശബ്ദം കൂടെ ഇല്ലാതാകുന്നുണ്ട്. ഞാൻ എന്ന് ആവർത്തിക്കുന്ന മനസ്സും അഹങ്കാരവും ഇന്ദ്രിയങ്ങളും എല്ലാം ചൈതന്യം നിഷ്ക്രമിക്കുന്നതോടെ കൂടെ ഗമിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. അപ്പോൾ ഞാൻ എന്ന പ്രത്യേക വ്യക്തിബോധം ഉണ്ടാകണമെങ്കിൽ മനസ്സ് ചലിക്കേണ്ടതുണ്ട്, ഇന്ദ്രിയങ്ങളും അവയവങ്ങളും ബുദ്ധിയും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ ചൈതന്യം അഥവാ പുരുഷൻ ഉണ്ടായിരിക്കണം. അത് ഉൽക്രമിച്ചാൽ പിന്നെ മറ്റൊന്നിനും തന്നെ നിലനിൽപ്പില്ല. ആ പുരുഷൻ ശരീരത്തിനുള്ളിൽ പ്രതിഷ്ഠിതമാവുമ്പോഴാണ് ഞാൻ എന്ന വ്യക്തിബോധവും അവിടെ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട്
ആര് പ്രതിഷ്ഠിതമാവുമ്പോഴാണ് ഞാൻ പ്രതിഷ്ഠിതമാവുന്നത്? പുരുഷൻ അഥവാ ചൈതന്യം പ്രതിഷ്ഠിതമാകുമ്പോൾ, അപ്പോൾ മാത്രമേ ഞാനും ഉള്ളൂ. അവിദ്യ ഉള്ളപ്പോഴും വിദ്യ അവിടെയുണ്ട്, അവിദ്യ ഇല്ലാതായാലും വിദ്യ അവിടെയുണ്ട്. അപ്പോൾ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഇല്ലാതെയായാലും ചൈതന്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ചൈതന്യം അവിടെ നിലനിൽക്കുന്നു, ഇതെല്ലാം ഇല്ലാതായാലും ചൈതന്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 16 കലകളോടുകൂടിയ പുരുഷൻ എന്നായിരുന്നുവല്ലോ ചോദ്യം. അപ്പോൾ എന്തായാലും ഈ 16 കലകൾ എന്താണെന്ന് ഇവിടെ നമുക്കൊന്ന് നോക്കാം. സപ്രാണമസൃജത പ്രാണാത് ശ്രദ്ധാം ഖം വായുർജ്യോതിരാപ പൃഥിവീ പ്രിയം മനഃ പൃഥിവീ ഇന്ദ്രിയം മനഃ അന്നം അന്നാദ്വീര്യം തപോ മന്ത്ര കർമ്മ ലോക ലോകേഷു ച നാമ ച. പുരുഷൻ പ്രാണനെ സൃഷ്ടിച്ചു എന്ന് നാം മുമ്പുള്ള ചോദ്യങ്ങളുടെ മറുപടിയായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യം ബ്രഹ്മം അഥവാ പുരുഷനിൽ നിന്നും സമഷ്ടി പ്രാണനുണ്ടായി. ചക്രവർത്തിക്ക് രാജാക്കന്മാരെന്ന പോലെ ഈ രാജാവ് തൻ്റെ ജോലികൾ തൻ്റെ സാമന്തന്മാർക്ക് വീതിച്ചു നൽകിയതുപോലെ ഈ സമഷ്ടി പ്രാണനാൽ ശ്രദ്ധയുണ്ടായി വന്നു. ഈ പ്രാണനിൽ നിന്ന് ശ്രദ്ധ ഉണ്ടായി വന്നു. തുടർന്ന് പഞ്ചഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും അന്നവും ഉണ്ടായി വന്നു. ഈ അന്നത്തിൽ നിന്ന് വീര്യം അഥവാ ബലമുണ്ടായി. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്ക് ആരോഗ്യമുണ്ടായിരിക്കുന്നത്. ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബുദ്ധിയും ചിന്തയും പ്രവൃത്തികളുമൊക്കെ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അന്നത്തിൽ നിന്ന് വീര്യം അഥവാ ബലമുണ്ടായി വന്നു. ആ വീര്യത്താൽ തപസ്സും മന്ത്രങ്ങൾ അഥവാ വേദങ്ങളും കർമ്മങ്ങൾ അഥവാ യാഗം അഗ്നിഹോത്രാദികൾ ഇത്യാദിയായവയും ഉണ്ടായി വന്നു. ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് ലോകങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഈ ലോകത്തിലെ രൂപങ്ങൾക്ക് പലതരം പേരുകളും നൽകപ്പെട്ടു. അപ്പോൾ പ്രാണൻ, ശ്രദ്ധ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, അന്നം, വീര്യം, തപസ്, മന്ത്രം, കർമ്മം, ലോകം, നാമം എന്നിവയാണ് 16 കലകൾ. ഇവ ഉള്ളതായി തോന്നുന്നുവെങ്കിലും നിജത്തിൽ ഇല്ലാത്തത് തന്നെയാണ്. ഇതും പുരുഷൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. ഇതിൻ്റെ സമയം കഴിയുമ്പോൾ അവയെല്ലാം പുരുഷനിൽ തന്നെ ലയിച്ചു ചേരും. എങ്ങനെ? സ യഥേമ നദ്യ സ്യന്തമാന സമുദ്രായണ സമുദ്രം പ്രാപ്യസ്ഥം ഗച്ഛന്ത്യഭിദ്യേത താസാം നാമരൂപേ സമുദ്ര ഇത്യേവം പ്രോച്യത്തെ. നദികൾ സമുദ്രത്തിലേക്കൊഴുകിയെത്തി സമുദ്രത്തിൽ തന്നെ ലയിച്ച് അവയുടെ മറ്റ് നാമരൂപങ്ങൾ അസ്തമിച്ച് സമുദ്രം തന്നെയായിത്തീരുന്നത് പോലെ ഈ 16 കലകളും പുരുഷൻ അഥവാ ബ്രഹ്മത്തിൽ തന്നെ ലയിച്ച് ബ്രഹ്മം തന്നെയായിരിക്കുന്നു. നദികളെല്ലാം അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കരയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവയ്ക്കെല്ലാം ഓരോ പേരുണ്ട്. അവയുടെ ജലത്തിന് ചില നിറവ്യത്യാസങ്ങളും അതിൻ്റെ അടിയിലുള്ള മണ്ണിൻ്റെ സ്വഭാവമനുസരിച്ചുണ്ട്. പക്ഷേ ഈ നദികളെല്ലാം ഒഴുകി സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ സമുദ്രമേത് നദി ഏത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ നദികളെല്ലാം സമുദ്രം തന്നെയായിത്തീരുന്നു. അതുപോലെ തന്നെയാണ് ഈ 16 കലകളും. എന്താണോ ഉള്ളതായി ഈ പ്രപഞ്ചത്തിൽ തോന്നുന്നത് അതെല്ലാം ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നത്. അങ്ങനെ മരണമില്ലാത്തതും കലകളില്ലാത്തതുമായ പുരുഷൻ അഥവാ ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു. എന്താണോ എപ്പോഴും ഇല്ലാത്തതായി പ്രകാശിക്കുന്നത് അതുതന്നെയാണ് പുരുഷൻ. എപ്പോഴും നാശമില്ലാത്തതായി അക്ഷയമായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അതുതന്നെയാണ് പുരുഷൻ. അതിൻ്റെ മായാപ്രകടനത്തെ നാം 16 കലകളെന്ന് പറയുന്നു. പ്രകടനശേഷം അത് സ്വയം പുരുഷനായി തന്നെ പ്രകാശിക്കുന്നു.
അരാ ഇവ രഥനാഭൂ കലാ യസ്മിൻ പ്രതിഷ്ഠിത. ഒരു രഥചക്രത്തിൻ്റെ നാഭിയിൽ അതിൻ്റെ ആരക്കാലുകൾ ഉറച്ചു നിൽക്കും പോലെ പ്രാണൻ മുതലായ 16 കലകളും ബ്രഹ്മത്തെ അഥവാ പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു, പുരുഷനിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അറിയപ്പെടേണ്ടതായ പുരുഷനെ നിങ്ങൾ അറിഞ്ഞാലും ആ അറിവ് മരണവേദനയിൽ നിന്നും മരണദുഃഖത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കട്ടെ. മരണം നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. പൂർണ്ണ വസ്തുവായി ശരീരമെന്ന പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. ആ പുരുഷൻ അഥവാ ബ്രഹ്മത്തെ അറിഞ്ഞാൽ പിന്നെ മരണദുഃഖമുണ്ടോ? ഇല്ല. അറിവുണ്ടായാൽ പിന്നെ നമുക്ക് ദുഃഖമില്ല. എല്ലാത്തിൻ്റെയും നിസ്സാരതയെ നമുക്ക് ബോധ്യപ്പെടും. എന്താണ് താൻ എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായി നാം അറിയേണ്ടത്. നമുക്ക് നമ്മെ തന്നെ അറിയാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ള അറിവുകളെല്ലാം അപൂർണമായി നിലനിൽക്കുകയുള്ളൂ. അറിവ് പൂർണ്ണമാകണമെങ്കിൽ സ്വയം നാം എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതിലേക്കുള്ള വഴികളാണ് കാലങ്ങളായി നമ്മുടെ ഗുരുക്കന്മാരും വേദങ്ങളും വേദാന്തവും എല്ലാം ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ആ അറിവിലേക്ക് നാം ഓരോരുത്തരും എത്തണം. തുടർന്ന് പിപ്പലാദൻ പറയുകയാണ്, താൻ ഹോവാച ഏതാവദേവാഹമേതത് പരം ബ്രഹ്മവേദ നാദഃ പരമസ്ഥീതി. എനിക്കറിയാവുന്ന പരമമായ സത്യം, പരമമായ ബ്രഹ്മതത്വം ഇതാണ്. ഈ പറഞ്ഞു തന്നതൊക്കെയാണ്. ഇതിന് മുകളിലായിട്ട് ഒന്നും തന്നെയില്ല, ഒന്നും തന്നെ അറിയേണ്ടതായിട്ടില്ല. ഇത് പരമമായ അറിവാണ്. എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞോ ആ അറിവാണ് ഇത്. ഇങ്ങനെ പിപ്പലാദൻ തനിക്കറിയാവുന്ന കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരായി വന്ന, തന്നോട് അറിവന്വേഷിച്ചു വന്ന 6 പേരുടെയും ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു കൊടുത്തു. പിപ്പലാദൻ്റെ മറുപടികൾ കേട്ട് ജ്ഞാനപ്രാപ്തി ഉണ്ടായ ഈ ശിഷ്യന്മാർ ഗുരുവിന് മറ്റെന്ത് പ്രതിഫലം നൽകിയാലും കുറഞ്ഞു പോകുമെന്നതിനാൽ ആ പാദപത്മങ്ങളിൽ പൂക്കളർപ്പിച്ച് ദണ്ഡനമസ്കാരം ചെയ്തു. തേ തമർച്ചയന്തസ്ത്വം ഹി ന പിതാ യോ അസ്മാകമവിദ്യായ പരം പാരം താരയസീതി നമഃ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് പിതാവ്. ഞങ്ങളുടെ അവിദ്യയെ നീക്കി പാരത്തെ കടത്തി, സംസാരസാഗരത്തെ കടത്തി മറുകരയിൽ എത്തിച്ച അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് പിതാവായിരിക്കുന്നത്. ഗുരു ഒരു തുടർച്ചയാണ്, മഹാഋഷീശ്വരന്മാരുടെ തുടർച്ച എന്നതിനാൽ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ എല്ലാ ശ്രേഷ്ഠ ഗുരുക്കന്മാരെയും ആവർത്തിച്ച് നമസ്കരിക്കുന്നു.